ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ MCX മാർക്കറ്റ് പ്രൊഫൈൽ വീക്ക്ലി റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഡോളർ നമുക്കൊരു വീക്ക്ലി റിപ്പോർട്ട് എപ്പോഴും കാണുമല്ലോ. കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്? ഹെവി സെല്ലിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ മാർക്കറ്റിൽ. ഏത് മാർക്കറ്റിലാണ് ഹെവി സെല്ലിംഗ് ഉണ്ടായിരുന്നത്? ഗോൾഡിൽ നല്ലൊരു ഹെവി സെല്ലിംഗ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്ന് POs ഇവിടെയാണ് വന്നത്. സോ 4406 സിംഗിൾ പ്രിന്റ് ആണ്. ഈ സിംഗിൾ പ്രിന്റിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകുന്നു പറഞ്ഞു? 4500 ഭാഗത്തേക്ക് പോവാനുള്ള ചാൻസ് ഈ POസിന്റെ ഭാഗത്തേക്ക് പോവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ഗോൾഡ് ആ POസിന്റെ ഭാഗത്തേക്ക് കൃത്യമായി എത്തി. സിൽവറിൽ പറഞ്ഞ എന്താണ്? സിൽവറിൽ നിന്ന് മന്ത്ലി ഹെവി സെല്ലിംഗ് ട്രെൻഡ് ഡൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. 77 സപ്ലൈ സോൺ ആണ്. $70 ഭാഗത്ത് ബൈ കിട്ടിയാൽ നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് $72 ഭാഗത്തേക്ക് ബൈ വന്ന് തിരിച്ചു കയറി ഓൾമോസ്റ്റ് ഈ ഒരു പ്രൊഫൈലിന്റെ ഹൈയുടെ ഭാഗത്തൊക്കെയാണ് സിൽവറും ക്ലോസ് ചെയ്തത്. ഡിപ്പ് ബൈയിങ് ആയിരുന്നു എനർജി സെക്ടറിൽ പറഞ്ഞത്. അതേപോലെ നമ്മളെ ക്രൂഡ് ഓയിൽ എന്താണ് പറഞ്ഞത്? 5000 കഴിഞ്ഞ ആഴ്ച ന്യൂട്രൽ സ്റ്റീം ഡൗൺ ആയിരുന്നു. അപ്പൊ 5078 ഭാഗത്തൊരു ബൈയിങ് ഉണ്ട്. ആ ഭാഗത്ത് ബൈയിങ് ഡിപ്പ് ബൈയിങ് പോസിബിൾ ആണ്. 5178 മുകളിൽ 5253 5300 ഭാഗത്തേക്ക് പോകുന്നു പറഞ്ഞു. ആ കൃത്യമായിട്ട് ആ ലെവൽസിൽ ക്രൂഡ് ഓയിൽ വന്നത് കണ്ടോ? നാച്ചുറൽ ഗ്യാസ് എന്താണ് പറഞ്ഞത്? ഒരു നാച്ചുറൽ ഗ്യാസിലെ പറഞ്ഞാൽ ഡൗൺവേർഡ് വീക്ക് ആയിരുന്നു. സോ 320 370 സോൺ സെല്ലിംഗ് ആണ്. 320 സോൺ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈയിങ് ഉണ്ട്. സ്റ്റേസ് അബൌ 320 റൊട്ടേഷണൽ മൂവ് ടുവേഴ്സ് 357 പോസിബിൾ ആണെന്ന് പറഞ്ഞു. 320 പൊട്ടിയതിനു ശേഷം 325 പോയി തിരിച്ച് താഴേക്ക് ഇറങ്ങി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 320 പൊട്ടി താഴേക്ക് ഇറങ്ങി വന്ന് ഒരു ഡൗൺവേർഡ് വീക്കിലും ക്ലോസ് ആയ ദിവസമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഒരു ഡെയിലി നമ്മൾ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇതാണ് നാച്ചുറൽ ഗ്യാസിന്റെ മണ്ടേ തൊട്ടുള്ള പ്രൊഫൈൽ. ഒരു കൃത്യമായി പറഞ്ഞ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ വീക്ക് ആണ് നാച്ചുറൽ ഗ്യാസിൽ വന്നിരിക്കുന്നത്. നോർമൽ വേരിയേഷൻ ഡൗൺ വീക്ക് ആണ്. സോ നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീക്കിലി നോക്കുന്ന സമയത്ത് ഒരു ഡൗൺവേർഡ് വീക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ സെല്ലിംഗ് ഒന്നുമില്ല. ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സോണായ ഈ നാച്ചുറൽ ഗ്യാസിൽ 305 എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് സോൺ പൊട്ടിയാണ് അവൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് 290 എന്നുള്ള സപ്പോർട്ടാണ് നാച്ചുറൽ ഗ്യാസിൽ. 290 പൊട്ടിക്കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് എങ്ങോട്ട് പോകും? നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് 266 വരെ വരാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇല്ല എങ്കിൽ അവൻ 320 മുകളിൽ പോയാൽ മതി, അല്ലെങ്കിൽ 310 മുകളിൽ നാച്ചുറൽ ഗ്യാസ് സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ മാത്രം തിരിച്ച് ഒരു റിവേഴ്സൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് അപ് ടു 340 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 310 മുകളിൽ മാത്രമേ നാച്ചുറൽ ഗ്യാസിന്റെ ശനിദശ ഡൗൺവേർഡ് ശനിദശ ഒഴിയുള്ളൂ. ഇല്ല 290 താഴെ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 266 വരെ വരാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് പോസിബിൾ ആണ്. അത് കൃത്യമായി നാച്ചുറൽ ഗ്യാസ് വാച്ച് ചെയ്യുക. ആ ലെവൽ കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി ക്രൂഡ് ഓയിൽ ഒരു പക്ക ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ ഒരു നമ്മളെ ഡെയിലി വ്യൂ എടുത്ത് നോക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു റെഫറൻസ് ലെവലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അൻവർജി പ്രൊഫൈലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവാൻ പറ്റും ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച്. നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പ്രൊഫൈലൊക്കെ അൺമെർജായി പോകും. മെർജായി വെച്ചൊക്കെയാണ് ഞാൻ. അതൊന്ന് അൺമെർജ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാനത് ഇതൊന്ന് അൺമെർജ് ചെയ്തതിനു ശേഷം നമുക്ക് പറഞ്ഞുതരാം ഓരോ കാര്യങ്ങളും. ഓക്കെ, ഇതാണ് നമ്മളെ ട്യൂസ്ഡേ. അതായത് മാർക്കറ്റ് ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ട് ക്ലോസ് ആയ ഒരു വീക്കാണ് ഈ കഴിഞ്ഞു പോയ ഈ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ചുള്ള വീക്ക്. സോ ന്യൂട്രൽ എക്സ്ട്രീം അപ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വീക്കിലി ഒരു ഫോളോ അപ്പ് തരാറില്ല. സോ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ POC വന്നിരിക്കുന്ന 5245 ഭാഗത്ത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 5310 താഴെ ക്രൂഡ് ഓയിൽ വധിക്കുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേർഷൻ പോസിബിൾ ആണ്. ഇപ്പോഴും ഞാൻ പറയുന്നു ക്രൂഡ് ഓയിൽ 5070 5100 ഭാഗത്ത് ക്രൂഡ് ഓയിലിന് ഒരു ബൈയിങ് കൃത്യമായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങൾ ആ ഒരു കണ്ട ഒരു ലെവൽസും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരു കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുമെങ്കിൽ ആ ഒരു ലെവൽ നിങ്ങൾ കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് ഇപ്പോഴും ഞാനൊരു ഡിപ്പ് ബൈങ്ങിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ എന്നൊരു
അപ്സൈഡ് എത്തുമ്പോൾ ഒരു സെല്ലിങ്ങിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് ഡിപ്പ് ബൈയിങ് ആയതുകൊണ്ട് നിങ്ങൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു ബൈയിങ്ങിന്റെ ഈ ഒരു 5070 1900 ഭാഗത്ത് കിട്ടുമ്പോൾ ബൈയിങ് എടുക്കാം. ഇനി ക്രൂഡ് ഓയിൽ ബൈയിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സോൺ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു പാറ്റേണോടെ സോണായ 5350 മുകളിൽ ക്രൂഡ് ഓയിൽ സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഇനി ഫ്രഷ് റാലി വരുള്ളൂ. 5350 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 5450 വരെ പോകാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് കൂടുതലാണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ അപ് ടു ദിസ് 5515 വരെ പോകാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് കൂടുതലാണ്. സോ ചുരുക്കി പറഞ്ഞാൽ 5078 5200 ഭാഗത്ത് ക്രൂഡ് ഓയിൽ ഇപ്പോഴും ഡിപ്പ് ബൈയിങ് പോസിബിൾ ആണ്. ഇല്ല 5350 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 450 5515 വരെ പോകാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസിൽ ഇപ്പൊ ഒരു സെൽ ഓൺ റാലി നടക്കുന്നുണ്ട്. 320 മുകളിൽ ക്ലോസ് ചെയ്തെന്നുള്ള കാലം നാച്ചുറൽ ഗ്യാസിൽ പുതിയൊരു ഫ്രഷ് മൊമെന്റം ആക്റ്റീവ് ആവില്ല. എനർജി സെക്ടറിലെ ഏറ്റവും വലിയ ഭീമനായ ക്രൂഡ് ഓയിലിൽ 5078 5200 ഭാഗത്ത് ഡിപ്പ് ബൈയിങ് പോസിബിൾ ആണ്. അപ്പൊ ഇതാണ് ഒരു എനർജി സെക്ടറിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എക്സ്ചേഞ്ച് USD, അതായത് ഗോൾഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗോൾഡ് ഈ ആഴ്ച ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്ക് ആയിട്ടാണ് വന്നത്. ട്രെൻഡിങ് പ്രൊഫൈൽ പോലെ നോർമൽ വേരിയേഷൻ അപ്പ് വീക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 4462 ഭാഗത്താണ് വോളിയം സോൺ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസിനെ നമ്മുടെ ഗോൾഡിനെ സംബന്ധിച്ച് ഈ 4380 ഭാഗത്ത് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു ബൈയിങ് പോസിബിൾ ആണ്. കൃത്യം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. 4380 ഭാഗത്ത് ഒരു കൃത്യമായിട്ടൊരു ബൈയിങ് ഗോൾഡിനെ സംബന്ധിച്ച് പോസിബിൾ ആണ്. ഇനി ഫ്രഷ് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ 4535 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഒരു ഹെവി ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഗോൾഡിനെ സംബന്ധിച്ച് പോസിബിൾ ആയിരിക്കുന്നുള്ളൂ. സോ ഒരു ഡിപ്പ് ബൈയിങ് 4380 4330 എന്ന് പറഞ്ഞാൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് കിട്ടുമെങ്കിൽ ഗോൾഡിൽ ഡിപ്പ് ബൈയിങ് പോസിബിൾ ആണ്. ഇല്ല എങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ബൈയിങ് എന്ന് പറയുമ്പോൾ 4535 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഫോറക്സ് റേറ്റ്, അതായത് ഗോൾഡിന്റെ ഫോറക്സ് റേറ്റിൽ നിങ്ങൾക്ക് ഒരു ബൈയിങ് പോസിബിൾ ആയിട്ട് വരുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് എക്സ്ചേഞ്ച് USDയുടെ. ഇപ്പൊ എക്സ്ചേഞ്ച് USD നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെയിലി പ്രൊഫൈൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഇതാണ് മൺഡേയിൽ ഒരു ചെറിയൊരു അപ്പോട് വന്ന് താഴേക്ക് ഇറങ്ങി ഒരു ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കായിട്ടൊക്കെയാണ് കൃത്യമായിട്ട് അവ നിൽക്കുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഇതൊരു $72 ഭാഗത്ത് ഒരു ഡിപ്പ് ബൈയിങ് വളരെയധികം പോസിബിൾ ആണ് സിൽവറിനെ സംബന്ധിച്ച്. $72 ഭാഗത്ത് ഡിപ്പ് ബൈയിങ് പോസിബിൾ ആണ്. ഇല്ല $80 $81 മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ $84 ഭാഗത്തേക്ക് ഒരു ടെസ്റ്റും പോസിബിൾ ആണ്. സോ ഓയിൽ ഇപ്പോഴും ഓയിൽ സിൽവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ $72 ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ ഒരു ഡിപ്പ് ബൈയിങ് പോസിബിൾ ആണ്. ഇല്ല എങ്കിൽ $85 മുകളിൽ നിൽക്കുകയാണെങ്കിൽ $80 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ $85 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. $85 മുകളിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഹെവി ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ $90 $100 വരെയൊക്കെ പോകാനുള്ള ചാൻസ് സിൽവറിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ഓവറാൾ പറയണമെങ്കിൽ എനർജി സെക്ടറിൽ 5078 5100 ലെവലിന്റെ ഭാഗത്ത് ക്രൂഡ് ഓയിലിന്റെ ബൈയിങ് പോസിബിൾ ആണ്. ഇല്ല എങ്കിൽ 5350 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 5450 5515 ഭാഗത്തേക്ക് ക്രൂഡ് ഓയിൽ പോകാനുള്ള ചാൻസ് ഓയിലിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഇനി നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് 320 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രോസ് ബേസിൽ വന്നാൽ മാത്രമേ ഒരു റിവേഴ്സൽ അപ് ടു 350 360 വരെയുള്ള റിവേഴ്സൽ പോസിബിൾ ഉള്ളൂ. 290 താഴെ നാച്ചുറൽ ഗ്യാസ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 266 വരെ വരാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി പ്രഷ്യസ് മെറ്റലിൽ നോക്കുകയാണെങ്കിൽ സിൽവറിനാണെങ്കിൽ $72 ഭാഗത്ത് $70 ഭാഗത്ത് ഒരു സ്ട്രോങ് ബൈയിങ് ഉണ്ട്. ആ ഭാഗത്ത് എത്തുമ്പോൾ ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഇല്ല $80 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ $85 വരെ പോകാനുള്ള ചാൻസും കൂടുതലാണ്. $85 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മെഗാ ബ്രേക്ക് ഔട്ടിന്റെ ചാൻസ് ഇനിയും നമുക്ക് സിൽവറിൽ പ്രതീക്ഷിക്കാം. അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഗോൾഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4530 മുകളിൽ 35 മുകളിൽ മാത്രമേ ഇനി ഫ്രഷ് ബൈയിങ് ഉള്ളൂ. ഇല്ല എങ്കിൽ ഞാൻ പറയുന്ന ബൈയിങ് എന്ന് പറഞ്ഞാൽ $4380 ഭാഗത്തും $4330 ഭാഗത്തും നിങ്ങൾക്ക് ഒരു ഡിപ്പ് ബൈയിങ്ങിനെ കുറിച്ച് ഗോൾഡിലും പോസിബിൾ ആണ്. ഓവറാള് ഇതാണ് ഈ വരാൻ പോകുന്ന വീക്കിലി എന്റെ പ്രഷ്യസ് മെറ്റൽ ആൻഡ് എനർജിയുടെ വീക്ക്ലി റിവ്യൂ. ഇനി എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ എനിക്ക് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഡിസംബർ മാസം 10 തൊട്ടാണ് MCXന്റെ ഒരു മെമ്പർഷിപ്പ് സപ്പോർട്ട് പ്ലാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്.
ആ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ പറയാൻ പറ്റും. ഫസ്റ്റ് നമ്മളൊരു ഗോൾഡിന്റെ ട്രേഡിംഗ് ചെയ്ത് ഗോൾഡ് ട്രേഡിംഗിൽ ഏകദേശം പറഞ്ഞ ഒരു 8,000 9,000 8,000 അടുപ്പിച്ചൊരു പ്രോഫിറ്റ് ഫസ്റ്റ് ട്രേഡ് വന്നു. അതിനുശേഷം നാച്ചുറൽ ഗ്യാസിലെ ട്രേഡിൽ നമുക്കൊരു എത്ര ഡോളർ ഒരു 2,500 രൂപ അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും നമുക്ക് വന്നേക്കുന്ന എൻട്രി എന്ന് പറയുമ്പം ക്രൂഡ് ഓയിൽ ഒരു 6,000 7,000 അടുപ്പിച്ച് 4,000 അടുപ്പിച്ച് ക്രൂഡ് ഓയിൽ പ്രോഫിറ്റ് കിട്ടിയായിരുന്നു ഓപ്ഷന്റെ മാർക്കറ്റ് പറയുകയാണെങ്കിൽ. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിൽ തന്നെ ഏകദേശം പറഞ്ഞ ഒരു $10,000 അടുപ്പിച്ച് 10,000 രൂപ 8,500 രൂപ അടുപ്പിച്ചുള്ള ഗോൾഡിന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ട്രേഡ് അതിനുശേഷം വന്ന ട്രേഡിൽ നമുക്ക് പിന്നെ വന്നിട്ടുള്ളതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടുത്തത് വരുന്നത് പറയുമ്പോൾ അടുത്ത ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗോൾഡിൽ സ്കാൽപ്പിങ്ങിന്റെ ട്രേഡ് വന്നത് നോക്കുമ്പോൾ ആ സ്കാൽപ്പിങ്ങിന്റെ ഫോറക്സ് ട്രേഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ വീണ്ടും സിൽവർ മിനിയിൽ ഏകദേശം പറഞ്ഞ 25,000 അടുത്ത് 2.5 lakhs കോളിൽ ഏകദേശം പറഞ്ഞ ഒരു 12,000 അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയത്. ചുരുക്കി പറഞ്ഞ ഈ ഒരു ഡിസംബർ 19 തൊട്ട് ഇതുവരെ ഒരു 6-7 കോള് മാത്രമേ വ്യൂസ് കൊടുക്കുന്നുണ്ട് ഡെയിലി കാലത്ത്. ഇതാണ് മാർക്കറ്റിന്റെ വ്യൂ. ആ വ്യൂ വെച്ച് പലരും നല്ല രീതിയിൽ ഫോറക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നെയ്ക്കഡായിട്ട് കൊടുത്ത കോളിൽ പറഞ്ഞാൽ ഏകദേശം പറഞ്ഞാൽ മിനിമം ഒരു 35,000 തൊട്ട് 40,000 രൂപ വരെ പ്രോഫിറ്റ് കിട്ടിയതായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്റെ MCX ഹെൽപ്പ് നിങ്ങൾ കൊടുക്കുന്നത് 3 മാസത്തേക്ക് വെറും 10,000 രൂപയാണ്. പക്ഷേ ഈ ഒരു മാസം കൊണ്ട് തന്നെ അതിന്റെ 3 ഇരട്ടി പ്രോഫിറ്റ് ആണ് പല ആൾക്കാരും ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഈ ട്രേഡിംഗ് റിസ്ക് അല്ലേ അങ്ങനെയൊക്കെയാണെന്ന് പറയും. വിത്തൗട്ട് റിസ്കിൽ ആകെപ്പാട് 5-6 കോൾസ് മാത്രമേ ഈ ഒരു ഡിസംബർ 19 തൊട്ട് ഇതുവരെ ഓൾമോസ്റ്റ് 1 മന്ത് ആവാറായി. ഇപ്പൊ ഇത്രയും ദിവസം അതിനിടയ്ക്ക് ഒരു 6 ദിവസം ഞാനിവിടെ മാർക്കറ്റിൽ ഇല്ലായിരുന്നു. ഞാൻ ഹോളിഡേ ട്രിപ്പിൽ പോയതുകൊണ്ട് ആ ദിവസം ട്രേഡ് കൂടെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഡിസംബർ 19 തൊട്ട് ഇതുവരെ ഏകദേശം ഒരു 5-6 കോള് കൊടുത്തതിൽ 35,000 രൂപ അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടി. നിങ്ങൾ മുടക്കിയ 10,000 രൂപയുടെ 3 ഇരട്ടി അടുപ്പിച്ച് നിങ്ങൾക്ക് റിട്ടേൺ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ MCX നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഈവനിങ് ട്രേഡിംഗ് മാത്രമേ ഫോക്കസ് ആവുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോറക്സിൽ ഉപയോഗിക്കാം. എന്റെ ഈ പറയുന്ന ഗോൾഡിന്റെയോ സിൽവറിന്റെ റേറ്റ് ഒക്കെ കൃത്യമായിട്ട് ഫോറക്സിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. സോ അതെല്ലാം അറിയണമെങ്കിൽ കൂടുതൽ ഈ സപ്പോർട്ട് പ്ലാനെ കുറിച്ച് അറിയണമെങ്കിൽ തമ്പനയിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയ രീതിയിൽ തന്നെയാണ് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നതും കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതും. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.